നമസ്കാരം, നിങ്ങൾ എക്സൈറ്റഡ് ആണോ ബിഗ് ബോസ് 7ൽ ആരൊക്കെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട്? അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ 18 പേര് ആരൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 90% നമ്മുടെ പ്രൊഡിക്ഷൻ, നമ്മുടെ ചാനലിൽ വന്ന പ്രൊഡിക്ഷൻ കറക്റ്റ് ആയിരുന്നു. അപ്പോൾ ആ 18 പേര് ആരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഡോക്ടർ ജോസഫൈൻ ബിന്നി സെബാസ്റ്റ്യൻ ആളൊരു ആക്ട്രസ്സാണ്. ഒരുപാട് പുതിയ സിനിമകളിലൊക്കെ വരുന്ന പുതുമുഖം ആയിട്ടുള്ളൊരു നടി കൂടിയാണ്. രണ്ടാമത് കലാഭവൻ സരിക, മിമിക്രി താരമാണ്, ഡാൻസറാണ്, ആക്ട്രസ്സാണ്. അപ്പം അവർക്കും സ്വാഗതം. മൂന്നാമതായിട്ട് നമ്മുടെ മുൻഷി രഞ്ജിത്താണ് നമ്മുടെ ബിഗ് ബോസിലോട്ട് വരുന്നത്. നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. സീരിയൽ രംഗത്ത് നിന്ന് അടുത്ത ആൾ ജിഷിൻ മോഹനാണ്. മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഒരാളും കൂടിയാണ്. ഇനി സിനിമാ രംഗത്ത് നിന്നും ശരത് അപ്പാനി, നമ്മുടെ അങ്കമാലി ഡയറീസിലുണ്ടായിരുന്ന നമ്മുടെ ആക്ടറാണ്. അപ്പം ആൾക്കും ബിഗ് ബോസിലേക്ക് സ്വാഗതം. അടുത്തത് നമ്മുടെ അനുമോള്, ആക്ട്രസ്സാണ്, സ്റ്റാർ മാജിക് താരമാണ്. പിന്നെ ഇപ്പോൾ ഏറെ വിവാദങ്ങളിൽ പെട്ടിരിക്കുന്ന രേണു സുധി, നമ്മൾ നേരത്തെ ആളുടെ പേര് പറഞ്ഞിരുന്നു. സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആയിട്ടുള്ള ദീപക് മോഹൻ നമ്മുടെ ബിഗ് ബോസ് പ്രഡിക്ഷൻ ലിസ്റ്റിലുണ്ട്. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ നമ്മുടെ ബിഗ് ബോസിൽ വരുന്നത്. അടുത്തതായിട്ട് ഫുഡ് ബ്ലോഗറായിട്ടുള്ള ഒനിയൽ സാബു, ഓൾറെഡി തന്നെ ലാലേട്ടൻ്റെ കൂടെയുള്ള കുറേ പിക്സൊക്കെ ഇടാറുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. ലാലേട്ടന് പിന്നെ പൊതുവെ ഫുഡ് കഴിക്കുന്ന ആളുകളോട് ഒരു പ്രിയമുണ്ടല്ലോ. അടുത്തത് നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ളത് സിംഗർ ആയിട്ടുള്ള അക്ബർ ഖാനാണ്. സരിഗമ പായിലൂടെയൊക്കെ കയ്യിൽ നിന്ന് പോയാലോ മനുഷ്യ ഹൃദയം കീഴടക്കുക. അടുത്തത് കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള അഭിശ്രീയാണ്. അഭിശ്രീയും ഒരു 99% നമ്മുടെ ബിഗ് ബോസിൽ കാണും. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഈ കാണുന്ന വ്യക്തി നമുക്ക് സുപരിചിതയാണ്, ആർ ജെ ബിൻസി, റേഡിയോ ജോക്കി. അടുത്തത് നമ്മുടെ ഇവരുടെയും പ്രിയപ്പെട്ട രുദ്രൻ എന്ന് തന്നെ പറയണം, ഷാനവാസിനെ. അത്രത്തോളം സീരിയൽ കാണുന്ന ആളുകളുടെ മനസ്സിൽ കയറിയ ഒരു മുഖം കൂടിയാണ് അദ്ദേഹം. വീണ്ടും ഒരു ആക്ടറാണ് ആര്യൻ കദൂരിയ. അത്ര സുപരിചിതനായിട്ടുള്ള ഒരു മുഖമല്ല എങ്കിലും ഫാൻസ് ഒരുപാടുള്ള ആളും കൂടിയാണ്. ഇനി അടുത്തത് രേണു സുധിയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ശാരിക, ഇൻ്റർവ്യൂവറായിട്ടുള്ള ശാരിക വരുന്നുണ്ട്. അങ്ങനെ പറയാൻ കാരണം ഒരു ഇൻ്റർവ്യൂ, ഇവരുടെ രേണു സുധിയായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഒത്തിരി വൈറലായിരുന്നു. ഒത്തിരി ആളുകൾ വിവാദമായ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു കേട്ടോ അത്. പിന്നെ ലെസ്ബിയൻ കപ്പിൾ എന്ന നിലയിൽ പ്രശസ്തി നേടിയ കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ആദില നൂറ, അവർ രണ്ടുപേരും വരുന്നുണ്ട്. അവർക്കും നമ്മുടെ ബിഗ് ബോസിലേക്ക് സ്വാഗതം. ഇവരെ കൂടാതെ 18ാമതായിട്ട് ഫാഷൻ രംഗത്ത് നിന്നും നെവിൻ എന്ന് പറയുന്ന ഒരു ഫാഷൻ കൊറിയോഗ്രാഫറും കൂടി ഉണ്ടെന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻ. അപ്പം ആരൊക്കെയാണെന്ന് അറിഞ്ഞില്ലേ? ഇനി നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾ ആരുടെ ഫാനാണ് നിങ്ങളെന്നൊന്ന് ഇപ്പോൾ കമൻറ്റ് ചെയ്യുക. ഷോ തുടങ്ങുമ്പോൾ നേരത്തെ ഫാൻസൊക്കെ മാറും, എന്നാലും ആയിരിക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ രേണു സുധി ഇപ്പം ഒരുപാട് വിവാദങ്ങളിൽ പെട്ടിരിക്കുകയാണ്. ആൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ സ്നേഹം നേടാനായിട്ട് ആൾക്ക് പറ്റുമോ? എന്താണ് നിങ്ങളുടെ തോന്നുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സ് ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം ബിഗ് ബോസ് വ്യൂ മലയാളം.